നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിലൊരു ആളാണ് നിങ്ങൾ. ബാക്കി അതേ ഒരു ഫാമിലിയിൽ ഒരു വീട്ടിൽ എങ്ങനെയാണോ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ കഴിയുന്നത് അതേപോലെ നമ്മളൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പിന്നെ പൊതുവെ എല്ലാവർക്കും ഉള്ളതെന്ന് വെച്ചാൽ ഒരു പേടിയാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ നമ്മളെ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ നമ്മളെ പ്രഷറൈസ് ചെയ്തിട്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുമോ എന്നുള്ള അങ്ങനെ ഒരു സംഭവം എവിടെയില്ല. നിങ്ങൾ ഇപ്പം വരുന്ന ആൾക്കാർ ഫസ്റ്റ് എയ്ഡ് ഓഫീസേഴ്സ് ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞ് മുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതിന് മുകളിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരൊന്നും നിങ്ങൾ തിരിച്ചു പറയില്ല. അപ്പം അതുകൊണ്ട് പഠിച്ചേ പറ്റും. ഇവിടെ വരുന്നതിനനുസരിച്ചിട്ട് ഇപ്പം ഈ പഠിപ്പ് പോരാ, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ അകത്തൊരു എക്സ്പോഷറോ കിട്ടാൻ പോകുന്നില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ ഇത് ഫെയിലാവുമോ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞില്ല. മുകളിൽ ആൾക്കാരുണ്ട്, നിങ്ങളെ കൂടെ ഉള്ളവരുണ്ട്, എന്തെങ്കിൽ അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ടെക്നിക്കൽ ടീമുണ്ട്. കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. പലപ്പോഴും അത് കാണുന്നത് ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാവരും ഓരോ ഒറ്റപ്പെട്ട ഇതിലേക്ക് പോയി പോകുന്നവർ കാണുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള എന്ത് കാര്യങ്ങളും ചോദിക്കാം, ഹയർ ലെവലിലേക്ക് ചോദിക്കാം.